കേരള രാഷ്ട്രീയത്തിലെ വളരെ സാഹസികനായ ഒരു നേതാവായിട്ട് അറിയപ്പെട്ട ആളാണ് എൻ ശ്രീകണ്ഠൻ നായർ. ശ്രീകണ്ഠൻ നായരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, RSP. ഈ RSP അത്ര വലിയൊരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ല നമുക്കറിയാം. അത് കൊല്ലം ജില്ലയിലെ ചില പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങിയ ഒരു പാർട്ടിയാണ്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലൊക്കെ കുറച്ച് പ്രവർത്തകരതിനുണ്ടായിരുന്നു. എന്നിരിക്കലും അത് മിക്കവാറും ഒരു കൊല്ലത്ത് മാത്രം ഒതുങ്ങിയ ഒരു പ്രതിഭാസമായിരിക്കുമ്പോഴും ശ്രീകണ്ഠൻ നായർ അതിഗംഭീരനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കഥ എന്ന് പറയുന്നത് വളരെ ആവേശകരവും അതുപോലെ സംഭവബഹുലവുമായിരുന്നു. ഇദ്ദേഹം നല്ല പൂസ്തുത്തുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമുള്ള ഒരു നായർ തറവാട്ടിലാണ് ജനിച്ചത്. അമ്പലപ്പുഴ സ്വദേശിയായിരുന്നു. പലരും ധരിച്ചിട്ടുള്ള ഇദ്ദേഹം കൊല്ലംകാരനാണ്. അദ്ദേഹം അമ്പലപ്പുഴക്കാരനാണ്. അമ്പലപ്പുഴയിലെ ഒരു എണ്ണപ്പെട്ട നായർ തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA പാസ്സായിട്ടുള്ള ആളാണ്. അന്നത്തെ നിലയ്ക്ക് ആ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് അദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും സർക്കാർ ഉദ്യോഗങ്ങൾ ലഭിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ജന്മന പ്രക്ഷോഭകാരി ആയതുകൊണ്ട്, സാഹസികനായതുകൊണ്ട് അങ്ങനെ സർക്കാർ ഉദ്യോഗമൊന്നും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഒരു തീച്ചുള്ളിലേക്ക് എടുത്ത് ചാടിച്ചു. അന്ന് ആവേശം പകരാനായിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് അമ്പലപ്പുഴയിലെ പ്രസിദ്ധനായ KK കുഞ്ചുപിള്ള ആയിരുന്നു. പിൽക്കാലത്ത് കുഞ്ചുപിള്ളയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകളെയാണ് ശ്രീകണ്ഠൻ നായർ വിവാഹം കഴിച്ചിട്ടുള്ളത്. അങ്ങനെയുണ്ട് ഒരു കഥ. കുഞ്ചുപിള്ളയുടെ ഒരു ശിഷ്യത്വം സ്വീകരിച്ച് ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ വരികയും പിന്നീട് പ്രഗത്ഭന്മാരായ പട്ടം താണുള്ള TM വർഗീസ്, C കേശവൻ, കുമ്പളത്ത് ശങ്കുപിള്ള ഇവരൊക്കെ കളരിയിൽ പയറ്റി വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഗംഭീര നേതാവ് എന്ന പ്രതിച്ഛായ നേടിയിരിക്കുന്നു. അത്യുഗ്ര പ്രഭാഷകനുമായിരുന്നു ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം ആചാന ബാഹുവായിരുന്നു എന്ന് മാത്രമല്ല, ഇരുന്നിരിപ്പിൽ 25 ഇഡ്ഡലിയൊക്കെ തിന്നാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളാണ്. ശ്രീകണ്ഠൻ്റെ പ്രാതൽ എന്നുള്ളത് ഇതൊക്കെ വലിയ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ ഒരു സ്ഥിരം ഫ്രേസായിരുന്നു. അങ്ങനെയുള്ള ഒരു യുവ നേതാവായിട്ട് അദ്ദേഹം വളർന്നു വരുന്നു. അതേ സമയത്ത് തന്നെ ഈ മുതിർന്ന നേതാക്കളെപ്പോലും ധിക്കരിക്കാനും വെല്ലുവിളിക്കാനും അവർക്ക് എതിര് പറയാനുമൊക്കെയുള്ള ഒരു ആർജവവും ശക്തിയുമൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയ ആദർശങ്ങളോട് പൊരുത്തപ്പെട്ട ആളാണ്. അതിനോട് ചായ്വ് പുലർത്തിയ ആളാണ്. അക്കാലത്തെ വളരെയധികം നേതാക്കന്മാർ അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരിൽ പലരും പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയപ്പോൾ ശ്രീകണ്ഠൻ നായർ ആ കൂട്ടത്തിൽ പോയില്ല. അദ്ദേഹത്തിന് മാർക്സിസം ലെനിനിസം എന്ന ആശയത്തോട് യോജിപ്പുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാലിനിസത്തോട് വലിയ എതിർപ്പുള്ള ആൾ. സ്റ്റാലിൻ്റെ കീഴിൽ അന്ന് റഷ്യയിൽ നടന്നുകൊണ്ടിരുന്ന വലിയ നരമേധത്തെക്കുറിച്ചും മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുമൊക്കെ നല്ല വ്യക്തമായ ധാരണയുള്ള ആളായിരുന്നു ശ്രീകണ്ഠൻ നായർ. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാതെ അല്പം വിട്ട് നിന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരും യുവാക്കളായ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ TK ദിവാകരനാണ്. പിന്നെ ബേബി ജോൺ, RS ഉണ്ണി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ സ്റ്റാലിനിസത്തോടുള്ള എതിർപ്പുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകാതെ മാറി നിന്നവരാണ്. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യ സമരം മൂർച്ഛിച്ചു. ആ സമയത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളി പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനോടും യോജിക്കാൻ പറ്റിയില്ല ഈ സോഷ്യലിസ്റ്റ് നേതാക്കന്മാർക്ക്. അവർ സോഷ്യലിസ്റ്റുകാരായിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ തന്നെ തുടരുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊടിക്കീഴിൽ നിലനിൽക്കിച്ചു. തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആസിറ്റീസ് ഇല്ല. അവിടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സാണുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും സമരത്തിൽ പങ്കെടുക്കുകയും പോലീസിൻ്റെ മർദ്ദനം അനുഭവിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം വന്നപ്പോഴത്തേക്കും ഈ സോഷ്യലിസ്റ്റുകാർ കോൺഗ്രസിൽ നിന്നും വിട്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒരു ദേശീയ സമ്മേളനം ഡൽഹിയിൽ വെച്ച് വിളിച്ചപ്പോൾ ശ്രീകണ്ഠൻ നായരും മത്തായി മാഞ്ഞൂരാനുമാണ് കേരളത്തിൽ നിന്ന് പോയത്. ഇവരവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ പഴയ ഗാന്ധി തൊപ്പിക്കാരായിട്ടുള്ള ജയപ്രകാശ് നാരായൺ, അതുപോലെ റാം മനോഹർ ലോഹ്യ, അച്യുത് പട്വർദ്ധൻ ഇവരൊക്കെ ചേർന്ന് ഒരു ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുക. അവരുമായിട്ട് പൊരുത്തപ്പെടാൻ ഈ ചെറുപ്പക്കാരായ വിപ്ലവകാരികൾക്ക് സാധിച്ചില്ല. ഇവർ അവിടെ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഈ മാർക്സിസം ലെനിനിസം പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണമായിട്ട് അംഗീകരിക്കണം എന്ന്. പക്ഷേ അത് ജയപ്രകാശിനും മറ്റൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ട് അവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ഈ 2 വിപ്ലവകാരികളും തിരിച്ച് കേരളത്തിൽ വന്നു. ഇവരിവിടെ വന്ന് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അതാണ് KSP. KSPയുടെ 2 പ്രമുഖ നേതാക്കന്മാർ ശ്രീകണ്ഠൻ നായരും മത്തായി മാഞ്ഞൂരാനും വരുന്നു. അങ്ങനെ ഇവർ ഈ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരുവിതാംകൂറിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നു. സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനം എന്നത് വിട്ട് സമുദായ സംഘടനക്കാരെ തിരിച്ചുകൊണ്ടുവരും. NSS, SNDP, മുസ്ലിം ലീഗ്, കത്തോലിക്ക കോൺഗ്രസ് ഇവരൊക്കെ ആയിട്ട് കൈകോർത്ത് മുന്നോട്ട് പോകുന്നു.
ഇതിൻ്റെ അതുവരെ സ്വാതന്ത്ര്യ സമരത്തെ അല്ലെങ്കിൽ ഉത്തരവാദപരണ പ്രക്ഷോഭത്തെ തള്ളിപ്പറഞ്ഞിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് കാതറിട്ട് കോൺഗ്രസ്സുകാരായിട്ട് മാറുന്നു. അപ്പോൾ ഇതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല. അവർ സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വമായിട്ട് തെറ്റി പിരിയുന്നു. 48 തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഏതാണ്ട് പൊരുത്തപ്പെട്ട് ഒരു മുന്നണി പോലെ മത്സരിക്കും. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഇവർക്ക് പൂർണ്ണമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ 1946 പുന്നപ്പുറ വയലാർ സമരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ അവരോട് യോജിച്ചവരാണ് RSPക്കാരായിട്ട് മാറിയത്. ഇപ്പോഴത്തെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ സംഘമൊക്കെ അവർ ഈ തൊഴിലാളികളെ വാരിക്കുന്തോമേന്തി സമരമുഖത്തേക്ക് തള്ളിവിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവരെ കൊലക്ക് കൊടുക്കുകയാണ് ചെയ്തത് എന്ന നിലപാടുകാരാണ്. അതേക്കുറിച്ച് ശ്രീകണ്ഠൻ നായർ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ട വേണാട് എന്ന പേരിൽ. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. എന്നാലും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു ധാരണയിൽ മത്സരിക്കുന്നു. ശ്രീകണ്ഠൻ നായർക്ക് മത്സരിക്കാനുള്ള സീറ്റാണെന്ന് വെച്ചാൽ അദ്ദേഹം തിരുവനന്തപുരത്താണ് മത്സരിക്കുന്നത്. ആർക്കെതിരായിട്ടെന്ന് വെച്ചാൽ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ മുടിചൂടാൻ മന്നനായിട്ടുള്ള പട്ടം നാണുള്ളക്കെതിരായിട്ടാണ്. പട്ടം നാണുള്ളക്കെതിരെ മത്സരിക്കുന്നു. ശ്രീകണ്ഠൻ നായർ ദയനീയമായിട്ട് തൂക്കുന്നു. PT പുന്നൂസാണ് പത്തനംതിട്ടയിൽ പോയി TM വർഗീസിനെതിരെ മത്സരിക്കുന്നത്. പുന്നൂസും ദയനീയമായിട്ട് സാമാന്യ ഡീസൻ്റായിട്ട് തോക്കും. പക്ഷേ തോറ്റു എന്ന് കരുതിയാലും ഈ ശ്രീകണ്ഠൻ നായരെ അങ്ങനെ ഒഴിവാക്കാനായിട്ട് സ്റ്റേറ്റ് കോൺഗ്രസ്സുകാർക്ക് സാധിക്കില്ല. അവർ അദ്ദേഹത്തിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം കുഞ്ചുപിള്ളയുടെ മകളെയാണ് ശ്രീകണ്ഠൻ നായർ വിവാഹം കഴിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തമാശകൾ കൗതുകങ്ങളൊക്കെ ഉണ്ടാകുന്നു. അധികം വൈകാതെ താണുള്ള സാറ് തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സോഷ്യലിസ്റ്റുകാരനാകുന്നുണ്ട്. പക്ഷേ ശ്രീകണ്ഠൻ നായർ അദ്ദേഹമായിട്ട് ഒരിക്കലും പിന്നീട് പൊരുത്തപ്പെടുന്നില്ല. ഈ KSP ഈ രണ്ടായിട്ട് പിളർന്നു. കേരള സോഷ്യലിസ്റ്റ് പാർട്ടി തനതായിട്ട് നിലനിൽക്കണം എന്ന അഭിപ്രായക്കാരനായിരുന്നു മത്തായി മാഞ്ഞൂർ. നേരെ മറിച്ച് ഇത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് എന്ന് വിചാരിച്ച ആളാണ് ശ്രീകണ്ഠൻ നായർ. അതുകൊണ്ട് ശ്രീകണ്ഠൻ നായർ സംഘമൊക്കെ ആദ്യം ഫോർവേഡ് ബ്ലോക്കിൽ ചേരാനാണ് ആലോചിച്ചത്. പിന്നീട് അവർ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കൊടിക്കീഴിൽ ചെങ്കൊടി പിടിച്ച് മാർക്സിസം ലെനിനിസം അടിസ്ഥാന പ്രമാണമാക്കി സ്വീകരിച്ച് ഒരു പുതിയ വിപ്ലവ പാർട്ടിയായിട്ട് മാറുകയാണ് ചെയ്തത്. 1952 ശ്രീകണ്ഠൻ നായർ വീണ്ടും മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം കൊല്ലത്ത് നിന്ന് നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ഒരുമിച്ച് മത്സരിച്ചു. 2ലും ജയിച്ചു. കൊല്ലത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചു. അതേ തുടർന്ന് നിയമസഭാംഗത്ത് രാജിവെച്ചു. അങ്ങനെ അദ്ദേഹം പാർലമെൻ്ററി ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിഗംഭീരനായ ഒരു മെമ്പറായിരുന്നു ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ അപാരമായ ജ്ഞാനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. വലിയ പ്രഭാഷകനായിരുന്നു. RSP ചെറിയ പാർട്ടിയാണെങ്കിലും ശ്രീകണ്ഠൻ നായരുടെ ശബ്ദം പാർലമെൻറ്റിനെ പിടിച്ചു കുലുക്കുക തന്നെ ചെയ്തു. സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റു തന്നെ അദ്ദേഹത്തെ പലതവണ അഭിനന്ദിച്ചിട്ടുണ്ട്. അതിഗംഭീരനായ പാർലമെൻറ്ററിയൻ എന്ന രീതിയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. 57 ആയപ്പോഴത്തേക്കും ഈ RSPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ശിഥിലമായി. അദ്ദേഹം വീണ്ടും കൊല്ലത്ത് മത്സരിച്ചെങ്കിലും ജയിച്ചില്ല. VP നായരാണ് അന്ന് കൊല്ലത്ത് നിന്ന് ജയിച്ചത്. 67 ആകുമ്പോഴത്തേക്കും മാത്രമല്ല 57 ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ നടന്ന വിമോചന സമരത്തിലും ഇവർ വളരെ ശക്തമായിട്ട് ഇടപെട്ടു. TK ദിവാകരനും ബേബി ജോണും ശ്രീകണ്ഠൻ നായരും ഒക്കെ ഈ സമര പോരാളികളായിരുന്നു. RSPക്കാർ കൃത്യമായിട്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയും കളക്ടറേറ്റിൽ കയറി അവിടുത്തെ ദേശീയ പതാക താഴ്ത്തി ചങ്കൂടി കെട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് സാഹസികമായ പ്രവർത്തനങ്ങൾ ചെയ്തു. ഒരുപാട് മർദ്ദനം പോലീസിൽ നിന്ന് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം കളക്ടറേറ്റിൽ RSPക്കാരെ തല്ലാനായിട്ട് ഉത്തരവിട്ട കളക്ടർ ഇവരെ തല്ലുന്ന കണ്ട് ബോധം കെട്ടുവിട്ടു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അത്രയും സാഹസികന്മാരായിരുന്നു, വീരശൂര പരാക്രമികളായിരുന്നു അന്നത്തെ RSPക്കാർ. ഇപ്പോഴും വലിയ വ്യത്യാസമില്ല. അങ്ങനെ RSPയുടെ പരമോന്നത നേതാവായിട്ട് ശ്രീകണ്ഠൻ നായർ വിലസുമ്പോഴാണ് വിമോചന സമരം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോഴും കോൺഗ്രസുമായിട്ട് ലീഗുമായിട്ട് പൊരുത്തപ്പെട്ട് അവരുടെ മുന്നണിയിൽ മത്സരിക്കാൻ RSP കൂട്ടാക്കുന്നില്ല. അവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ബേബി ജോൺ മാത്രം ജയിച്ചു. ബാക്കി എല്ലാ സീറ്റിലും RSPക്കാർ തോറ്റുപോയി. എന്നാലും അങ്ങനെ പിടിച്ച പിടിയിൽ നിന്ന് വിട്ടുപോകുന്നവരല്ല. ഈ മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാൽ RSPക്കാരുടെ ഒരു സഹജ സ്വഭാവമാണ്. 62 തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പൊരുത്തപ്പെട്ടു. ശ്രീകണ്ഠൻ നായർ കൊല്ലത്ത് മത്സരിച്ച് ജയിച്ചു. 67 വീണ്ടും ജയം ആവർത്തിച്ചു. 67-ലും 71-ലും അദ്ദേഹം കൊല്ലത്ത് നിന്ന് വീണ്ടും ജയിച്ചു. അപ്പോൾ പാർലമെൻറ്റിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായിട്ട് മാറി. RSPയുടെ ഏറ്റവും ഉയർന്ന നേതാവായിട്ട് മാറി. അതിനുശേഷം 77 തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കൊല്ലത്ത് നിന്ന് ജയിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെയും CPM-ഉമായിട്ട് പൊരുത്തപ്പെട്ട് വീണ്ടും മുന്നിലേക്ക് പോകുന്നത്. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. 67 ഇദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന സമയത്ത് സപ്തകക്ഷി മന്ത്രിസഭയാണ്. EMS ആണ് മുഖ്യമന്ത്രി. 69 ഈ മന്ത്രിസഭ രാജിവെക്കും. പാർട്ടിക്കകത്ത് ഈ മുന്നണിക്കകത്ത് വലിയ അസ്വാരസ്യങ്ങളുണ്ടാകുന്നു. RSPയും CPIയും മുസ്ലിം ലീഗും ഇതിൻ്റെ അകത്ത് കുറുമുന്നണിയായിട്ട് മാറും.
ആ സമയത്ത് ഇവർ ഒരു ബദൽ മന്ത്രിസഭ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മറുഭാഗത്തെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കന്മാർ ടി വി തോമസും അതുപോലെ തന്നെ എം എൻ ഗോവിന്ദൻ നായർ, ഈ രണ്ടു പേർക്കെതിരായിട്ട് EMS അഴിമതി ആരോപണം കൊണ്ടുവരും. അവർക്കെതിരായിട്ട് ഉള്ള ആരോപണങ്ങൾ അന്വേഷിക്കാനായിട്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയെ കമ്മീഷനായിട്ട് നിയമിക്കും. അപ്പോൾ ഇവർക്ക് പിന്നെ മുഖ്യമന്ത്രിയാവാൻ പറ്റുകയില്ല എന്നുള്ളതാണ് നമ്പൂതിരിപ്പാടിൻ്റെ കണക്കൂട്ടൽ. ആ സമയത്ത് ഈ കുറുമുന്നണി നേതൃസ്ഥാനത്തേക്ക്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ച ആൾ ശ്രീകണ്ഠൻ നായർ. പക്ഷേ ശ്രീകണ്ഠൻ നായർ അതിന് കർക്കശമായിട്ട് വിയോജിക്കുകയും ഒരു കാരണവശാലും കേരള മുഖ്യമന്ത്രി സന്നദ്ധമല്ല, സാധ്യമല്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് അച്യുതമേനോനെ ഡൽഹിയിൽ നിന്ന് CPI നേതൃത്വം തിരുവനന്തപുരത്തേക്ക് ഇറക്കുമതി ചെയ്തത്. അദ്ദേഹവും വിമുഖനായിരുന്നു. പിന്നെ പാർട്ടി അച്ചടക്കം എന്ന ഒറ്റ ഉമ്മാക്കിയിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും ശ്രീകണ്ഠൻ നായർ കേരളത്തിൽ മുഖ്യമന്ത്രിയായില്ല. മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തൊന്നും ഇരിക്കാനുള്ള അങ്ങനെ ഉള്ള ഒരു മെൻ്റൽ മേക്കപ്പുള്ള ആൾ വരുന്നില്ല. പോയി അടിസ്ഥാനപരമായിട്ട് സാഹസികനും പ്രക്ഷോഭകാരിയുമായതുകൊണ്ട് ഈ ഭരണപരമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം കൂട്ടാക്കുമായിരുന്നില്ല. ഏതായാലും 70-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ കുറുമുന്നണി കോൺഗ്രസിൻ്റെ പിന്തുണയിട്ട് ഭൂരിപക്ഷത്തിൽ വരികയും TK ദിവാകരനും ബേബി ജോണൊക്കെ മന്ത്രിമാരെ വെച്ചു. 77 ഇവർ വീണ്ടും ആ മുന്നണിയുടെ ഭാഗമായിട്ട് തന്നെ മത്സരിക്കുന്നു. അത് കഴിഞ്ഞ് 79-ൽ വീണ്ടും RSPയും CPIയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് സഖ്യം ചേർന്ന് മത്സരിക്കും. 80-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 80-ൽ വീണ്ടും ശ്രീകണ്ഠൻ നായർ കൊല്ലത്ത് മത്സരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് കൊല്ലത്തുണ്ടായത്. വേറൊരു തൊഴിലാളി നേതാവ്, INTUC നേതാവായിരുന്ന സാക്ഷാൽ BK നായർ കൊല്ലത്ത് മത്സരിക്കുന്നു. അദ്ദേഹം കോൺഗ്രസ് ഐയുടെ സ്ഥാനാർത്ഥിയാണ്. വളരെ ശക്തമായൊരു മുന്നണിയിലാണ് ശ്രീകണ്ഠൻ നായർ മത്സരിക്കുന്നത്. CPM, CPI, RSP. അതിന് പുറമേ കോൺഗ്രസ്സിലെ A ഗ്രൂപ്പ്, പിന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ഇത്രയും പാർട്ടികളുടെ ഒരു മുന്നണിയിലാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. പക്ഷേ കൊല്ലത്ത് എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് BK നായർ വിജയിച്ചു. അത് സത്യത്തിൽ ശ്രീകണ്ഠൻ നായർക്ക് വലിയൊരു പ്രഹരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ജീവിതത്തിൽ 57-ലെ പരാജയം പോലെയല്ലോ, 80-ലെ പരാജയം വലിയ അതിഭയങ്കരമായ പരാജയമായിട്ട് അദ്ദേഹം കണക്കാക്കി. അദ്ദേഹത്തിന് ഒരിക്കലും അതിൻ്റെ ഞെട്ടലിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത് ഈ ബേബി ജോണും RS ഉണ്ണിയും താല്പര്യം എടുക്കാത്തതുകൊണ്ടാണ്, അവർ കാലുവാരിയതുകൊണ്ടാണ് താൻ തോറ്റുപോയത് എന്നാണ്. സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഈ അമിതമായ ആത്മവിശ്വാസവും അതിൽ നിന്നുണ്ടായ ഒരു മാന്യവുമാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. CPMകാരും അദ്ദേഹം അങ്ങനെ ജയിച്ച് വീണ്ടും പാർലമെൻറ്റിൽ പോയേ തീരൂ എന്ന വാശിയുള്ളവരായിരുന്നില്ല. ആ ഒരു ചതി അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. ഏതായാലും അതിന് തൊട്ട് പുറകെ 3 ആഴ്ചയ്ക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇതേ മണ്ഡലങ്ങളിൽ, അത് കൊല്ലം, ഇരവിപുരം, ചവറ, അങ്ങനെ ശ്രീകണ്ഠൻ നായർ പുറകെ പോയ എല്ലാ സ്ഥലത്തും വലിയ ഭൂരിപക്ഷത്തിൽ വിട്ട് RS ഉണ്ണിയും അതുപോലെ ത്യാഗരാജനും നമ്മുടെ ബേബി ജോണൊക്കെ വിജയിച്ചു. അപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ സംശയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശങ്ക വർദ്ധിച്ചു. അദ്ദേഹം ഉറപ്പായിട്ടും വിചാരിച്ചു, കാരണം ബേബി ജോണും RS ഉണ്ണിയും വേല വെച്ചുകൊണ്ടാണ് പാർലമെൻറ്റിലേക്ക് തോറ്റുപോയത്. പക്ഷേ അതുകൊണ്ട് ഇവർ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമായി. അധികം താമസിക്കാതെ 1980, 81 ആകുമ്പോഴത്തേക്കും ഈ പാർട്ടിയിൽ വലിയ ഭിന്നിപ്പായി. പാർട്ടി പിളർന്നു. RSPS എന്ന് പറഞ്ഞ ഒരു പാർട്ടി രൂപീകൃതമായി. ആ പാർട്ടിയിൽ അദ്ദേഹത്തിലൂടെ കടവൂർ ശിവദാസനാണ് ഉണ്ടായത്. കടവൂർ ശിവദാസൻ ഒരു MLA ആയിട്ട് നിന്നു. പിന്നീട് കരുണാകരനുണ്ടാക്കിയ കാസ്റ്റിംഗ് മന്ത്രിസഭയിൽ ശിവദാസൻ മന്ത്രിയായി. അതിനുശേഷം ആ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന സമയത്താണ് ശ്രീകണ്ഠൻ നായർ മരിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, അദ്ദേഹം വീണ്ടും ആ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം, കരുണാകരൻ്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഓഗസ്റ്റ് മാസത്തിലാണ് ശ്രീകണ്ഠൻ നായരുടെ അന്ത്യമുണ്ടായത്. വലിയ ഒരു പ്രക്ഷോഭകാരി, അതിശക്തനായ ഒരു പ്രഭാഷകൻ, ഒന്നാന്തരം പാർലമെൻറ്റേറിയൻ ആയിരുന്നു ശ്രീകണ്ഠൻ നായർ. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മഹേശ്വരി അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം എല്ലാ വർഷവും ഇദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ മാതൃഭൂമി പത്രത്തിൽ ഒരു കോളം, ഒരു ചെറിയ ഫോട്ടോ, ഈ ഇത്രാം ചരമവാർഷികം എന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അവർ മരിച്ചപ്പോൾ അതും ഇല്ലണ്ടായി. അങ്ങനെ ഒരു ചരമ പേജിൽ ഒരു കോളം, ഒരു ഫോട്ടോയിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളായിരുന്നില്ല ശ്രീകണ്ഠൻ നായർ എന്നുള്ളതാണ് ഒരു ദുര്യോഗം. നമ്മുടെ നാട്ടിൽ മരിച്ചുപോയ പല നേതാക്കന്മാരുടെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കും.